വെയിറ്റ് 5ാം ക്ലാസ്സിലെ മക്കൾക്കുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. എന്നാൽ എക്സാമിന് വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു ചിത്രം തരാം, എന്നിട്ട് നമ്മളോട് ഫുഡ് ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടി പറയാം. വളരെ സിമ്പിളാണ്. സാർ ചെയ്യുന്നത് കറക്റ്റ് നോക്കി പഠിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒരു പേനയും ഒരു പേപ്പറും എടുത്തിട്ട് ഒരു 3 ഫുഡ് ചെയിൻ ഇതുണ്ടാക്കാം. ഓക്കെ ആണോ? 3 ഫുഡ് ചെയിൻ. ഓക്കെ അല്ലേ? ആരും സാറിന് ചീറ്റ് ചെയ്യരുത്. ഇപ്പം തന്നെ എന്ത് ചെയ്യുക, വീഡിയോ പോസ്റ്റ് ചെയ്യുക, ഒരു 3 ഫുഡ് ചെയിൻ ഉണ്ടാക്കുക. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാലോ. നോക്കിക്കോ എടാ, വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്ന് 3 അല്ല 4 അല്ല ഇഷ്ടം പോലെ ഫുഡ് ചെയിൻ ഉണ്ടാക്കാം. സിമ്പിളായിട്ട് സാറ് പറഞ്ഞുതരാം. നോക്കടാ, ഇവിടെ എന്തുണ്ട്, ഒരു ഗ്രാസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ട്രീ ഉണ്ട്, അതല്ലെങ്കിൽ ഒരു പ്ലാന്റ്, ഒരു ചെടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോർ ദ ടൈം ബീങ് എന്തെടുക്കാം, ഒരു 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 എന്താ പറയുക, ഗ്രാസ് ആക്കി എടുക്കാം. ഓക്കെ അല്ലേ? സോ സാറ് പറയാണ്, ആദ്യമായിട്ട് സാറ് ഗ്രാസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഗ്രാസ്, അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം പുല്ലെന്ന് പറയാം. ഗ്രാസിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നു, നേരെ നോക്കുകയാണ്. യെസ്, ഇവിടെ ആര് നിൽക്കുന്നു, കൗ നിൽക്കുന്നു. കൗ ഗ്രാസ് ആര് കഴിക്കുന്നു, കൗ കഴിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രീ എന്ന് എഴുതിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ട്രീയുടെ ലീഫ് അല്ലേ, നമുക്ക് പറയാം ലീഫ് ആര് കഴിക്കും, യെസ് കൗ കഴിക്കും. കൗവിനെ ആര് കഴിക്കുന്നുണ്ട്, യെസ് ടൈഗർ. ആരാണ് മക്കളെ, ടൈഗർ ഉണ്ട്. സോ ടൈഗർ ആണെന്ന് നമുക്ക് ഇവിടെ എഴുതി വെക്കാം, ടൈഗർ അല്ലേ. ഇനി മലയാളം മീഡിയങ്ങളിൽ പണം കണ്ട സാർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതി തരാം. ഡോണ്ട് വറി, ക്ലിയർ ആണ്. എന്താണ് ഗ്രാസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം പുല്ല് അല്ലേ. പുല്ലാരെ കഴിക്കുന്നു, യെസ് നമുക്ക് പറയാം പശു കഴിക്കുന്നു, അല്ലെങ്കിൽ കാള എന്ന് പറയാം, അതല്ലെങ്കിൽ എന്തും പറയാം, പശു അല്ലേ. ക്ലിയർ. ഇനി ആരാ മക്കളെ, യെസ് നമുക്ക് പറയാം കടുവ അല്ലേ. കടുവ കഴിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമ്മളൊന്ന് എഴുതിയില്ലേ, വളരെ സിമ്പിളായിട്ട് എഴുതിയില്ലേ. യെസ്. ഇനി സാർ എന്ത് ചെയ്യാണ്, അടുത്ത ഫുഡ് ചെയിൻ നോക്കുകയാണ്, അല്ലെങ്കിൽ ഭക്ഷ്യശൃംഖല നോക്കുകയാണ്. നോക്കടാ, ഇവിടെ തന്നെ കണ്ടില്ലേ, ഗ്രാസ് ഉണ്ട്, ആര് കഴിക്കുന്നു, മാൻ കഴിക്കുന്നു. യെസ്, എഗെയിൻ ആര് കഴിക്കുന്നു, കടുവ കഴിക്കുന്നു. അപ്പം നമുക്ക് സിമ്പിളായിട്ട് വീണ്ടും എഴുതാം. എന്തെഴുതാം, യെസ് ഗ്രാസ് ആര് കഴിക്കുന്നു, യെസ് നമ്മുടെ മാൻ കഴിക്കുന്നു. ഡീർ അല്ലേ, ഡിയർ നമ്മൾ വായിക്കും, പക്ഷേ ഡീർന്ന് എഴുതും. ആര് കഴിക്കുന്നു, യെസ് വേണമെങ്കിൽ നമുക്ക് ചെറിയ ചേഞ്ച് വരുത്താം. ടൈഗറിന് പകരം ലയൺ എഴുതാം, പക്ഷേ ഇവിടെ ആരാണ് ചിത്രത്തിൽ, ടൈഗർ അല്ലേ. അപ്പം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ടൈഗർ എന്ന് എഴുതുന്നു. ക്ലിയർ ആയോ? സാർ എന്ത് ചെയ്യാം, മലയാളത്തിലും കൂടെ എഴുതി തരാം. എന്താ മക്കളെ, പുല്ല് അല്ലേ. പുല്ലുണ്ട്, പുല്ലാര് കഴിക്കുന്നു, ഡീർ അഥവാ മാൻ കഴിക്കുന്നു. മാൻ, പുള്ളിമാൻ, കലമാൻ, ഇതൊക്കെ മാനല്ലേ, മാൻ കഴിക്കുന്നു. അതിനാര് കഴിക്കും, യെസ് നമുക്കറിയാം കടുവ കഴിക്കും. കടുവ ഭക്ഷണമാക്കുന്ന ഒരു ജീവിയാണ് മാന്. ഇനി നമുക്ക് ഇപ്പുറത്തുണ്ടല്ലോ കുറേ ഫുഡ് ചെയിന്. യെസ്, ഇവിടെ എന്തുണ്ട്, ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നുണ്ട്. ഗ്രാസ് ഹോപ്പറിനെ ഏതോ ബേർഡ് കഴിക്കുന്നുണ്ട്. ആ ബേർഡിനെ കുറുക്കൻ ഭക്ഷണമാക്കും. ആ കുറുക്കനെ വൾച്ചർ കഴിക്കും അല്ലേ, കഴുകൻ കഴിക്കും. എഴുതിക്കൂടെ, ഒരു വലിയ ഫുഡ് ചെയിൻ അല്ലേ. ഇനി അല്ലെങ്കിലോ ഇവിടെ എന്തുണ്ട്, ഗ്രാസ് ഉണ്ട്. ഗ്രാസ് ആര് കഴിക്കും, റാറ്റ് കഴിക്കും. ഗ്രാസിൽ നിന്നുണ്ടാകുന്ന പല ഗോതമ്പായാലും നെല്ലായാലും ആര് കഴിക്കും, യെസ് നമ്മുടെ റാറ്റ് കഴിക്കും. റാറ്റിനെ പൂച്ച കഴിക്കും. പൂച്ചയെ വേണമെങ്കിൽ നമുക്ക് നേരെ ഇങ്ങോട്ട് കൊടുക്കാം, പുലി ഉണ്ട് അവിടെ അല്ലേ, പുലി കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് എഴുതാം. അപ്പോൾ സാറ് ഒന്നും കൂടെ നിങ്ങൾക്ക് വേണ്ടി എഴുതുകയാണ്. നമുക്ക് ഈ ചെയിൻ എഴുതാം അല്ലേ, ഗ്രാസ് അല്ലേ. നമുക്ക് എവിടെ എഴുതാം, ഇവിടെ എഴുതാം ഗ്രാസ്. ആര് വരുന്നു, ഗ്രാസ് വരുന്നു. ഗ്രാസ് ആര് കഴിക്കുന്നു, സാറ് ചെയിൻ വരക്കുന്ന കറക്റ്റ് നോക്കണേ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു സ്ലൈഡിൽ എഴുതാം, അല്ലെങ്കിൽ ഇതിലും കൂടെ എല്ലാം കൂടെ ഒന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണ്ട, ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം, ചിത്രം നോക്കാം. ഗ്രാസ് ഹോപ്പർ, ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നു അല്ലേ, ഗ്രാസ് ഹോപ്പർ അല്ലേ. ക്ലിയർ ആണ്. ഇനി ഗ്രാസ് ഹോപ്പറിന് ആര് കഴിക്കുന്നു, നോക്കടാ. യെസ്, ഏതോ ഒരു ബേർഡ് ഉണ്ടല്ലോ അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ബേർഡിന് എഴുതി വെക്കാം, പക്ഷീന്ന് എഴുതി വെക്കാം അല്ലേ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഏതോ പക്ഷിയുടെ പേരൊക്കെ വേണമെങ്കിൽ കറക്റ്റ് എഴുതി കൊടുക്കാം. ഇനി അതിന് ആര് കഴിക്കുന്നു, ഫോക്സ്. ആര് കഴിക്കുന്നു, ഫോക്സിന് ആര് കഴിക്കുന്നു മക്കളെ, യെസ് വൾച്ചർ ഉണ്ട് അല്ലേ. ഫോക്സ് ഒക്കെ മരിച്ചുപോയാൽ ആര് കഴിക്കും, വൾച്ചർ. ഓക്കെ ആണേ, ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മലയാളത്തിൽ കൂടെ എഴുതാം. ആരാ മക്കളെ, ഗ്രാസ് എന്ന് പറയുമ്പോൾ പുല്ലുണ്ട്, പുല്ലാര് കഴിക്കുന്നു, യെസ് പുൽച്ചാടി കഴിക്കുന്നുണ്ട്. ചെല്ലം ചാടി നടക്കണ പുൽച്ചാടി, ടുട്ടുട്ടു അല്ലേ, പുൽച്ചാടി കഴിക്കുന്നു. ഈ പുൽച്ചാടി ആര് കഴിക്കുന്നുണ്ട്, ഏതോ ഒരു പക്ഷി കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുരുവി എന്ന് വേണമെങ്കിൽ കൊടുക്കാം അല്ലേ, കുരുവി എന്ന് പറയാം. ആ കുരുവി ആര് കഴിക്കും, അയ്യോ പാവം കുരുവി. ആര് കഴിച്ചു, യെസ് കുറുക്കൻ കഴിച്ചു. കുറുക്കനാണ് കഴിച്ചത്. ഈ കുറുക്കൻ ആര് കഴിക്കാൻ റെഡിയാണ്, യെസ് നമുക്ക് പറയാം വൾച്ചർ അല്ലെങ്കിൽ കഴുകൻ അല്ലേ, കഴുകൻ. സിമ്പിളായിട്ട് മനസ്സിലായില്ലേ. അപ്പോൾ ഇത്തരത്തിൽ എക്സാമിന് എന്ത് ചെയ്യാം, കുറേ
ഫുഡ് ചെയിൻ നമ്മളോട് എഴുതാൻ വേണ്ടി പറയാം. ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളില്ലല്ലോ. സോ ഓർത്ത് വെക്കണം, എക്സാം ചോദിക്കുന്നതാണ്, നമ്മൾ ഓർത്ത് വെക്കുക. നമുക്ക് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, ടാറ്റാ.